ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇക്രു ആദ്യം റൂമിലേക്ക് കയറി വരും. പതുക്കെ അവിടെയൊക്കെ ഒന്ന് തപ്പിത്തടഞ്ഞ് നോക്കും, എന്തെങ്കിലും നശിപ്പിക്കാൻ പറ്റുന്നതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നതുണ്ടോ എന്ന്. പിന്നെ ടേബിളിലേക്ക് വലിഞ്ഞു കയറും. അവിടെ എന്തെങ്കിലും കാണും ആൾക്ക് തട്ടിമറിച്ച് താഴെ കളയാനുള്ളത്. അവിടെ ഞാൻ അലങ്കോലപ്പെടുത്തി വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവളുടെ ഭാഗമായിട്ട് പിന്നെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി അവൾ അങ്ങോട്ട് കയറും. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ചൊറിച്ചിലും മാന്തലും എല്ലാം നടത്തി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ പുള്ളി എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഒരു രക്ഷയും ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് ചാടിക്കയറാനുള്ള എല്ലാ വഴികളും ഇക്രു നോക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ പുള്ളിയും എടുത്തു. പക്ഷെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇക്രു അല്ല, അക്രമിയാണ്. എന്നെയും കൊണ്ട് മാക്സിമം വഴക്ക് പിടിക്കും. വിരലിൽ കടിക്കുക, നഖം കടിച്ചു പൊട്ടിക്കുക, കൈ പിടിച്ച് മാന്തുക, ഇതൊക്കെ പുള്ളിയുടെ സ്ഥിര ഹോബിയാണ്. പക്ഷെ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കയ്യിൽ തന്നെ ഇരുന്ന് കളിക്കും കേട്ടോ. നമ്മളെ കുറച്ചൊക്കെ വേദനിപ്പിക്കും. എന്നാലും ആൾ ഫൈറ്റ് ചെയ്യാൻ മിടുക്കത്തിയാണ്. വിരലിൻ്റെ അറ്റത്ത് കടിക്കുക എന്നുള്ളതാണ് ആളുടെ സ്ഥിരം പരിപാടി. നഖവും കടിച്ച് പൊട്ടിക്കും. കുറച്ച് നേരമൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് മടുത്തു. ഒറ്റയിടിക്ക് ഞാൻ താഴെ ഇട്ടു.